നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം. എന്തായാലും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഏറ്റവും ആദ്യം ഉണ്ടായത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തരംഗം ഏറ്റവും ആദ്യം ഉണ്ടായത് തൃശ്ശൂരിൽ തന്നെയാണ്. ഈ തൃശ്ശൂരിലെ 3 സ്ഥാനാർത്ഥികളും അതിശക്തന്മാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, ആരും ആ മണ്ഡലത്തിലെ പുതുമുഖങ്ങളുമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം അറിഞ്ഞവർ തന്നെയായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും അതിനോടൊപ്പം തന്നെ UDFന്റെ കെ മുരളീധരനും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നു സുരേഷ് ഗോപിയുടെ തോൽവി. അതേസമയം 1998 കെ മുരളീധരൻ തൃശ്ശൂരിൽ തോറ്റത്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 3 തവണ നിയമസഭയിൽ എത്തുകയും 1 തവണ മന്ത്രിയാവുകയും ചെയ്ത LDFിലെ VS സുനിൽകുമാറിന് ലോക്സഭയിലേക്കുള്ള ആദ്യ മത്സരമാണിത്. കഴിഞ്ഞ തവണ CPI സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിൽ പരാജയമായിരുന്നു. എന്തായാലും ശക്തന്റെ നാട്ടിൽ 3 ശക്തന്മാർ തന്നെയായിരുന്നു പോരാട്ടം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഇനി വെറും 6 ദിവസം മാത്രമാണ് ബാക്കി. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്താൻ BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇതേ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ ഏറ്റവും അധികം നിലനിൽക്കുന്നതാവട്ടെ തൃശ്ശൂരിൽ തന്നെയാണ്. സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരിൽ ഇപ്പോൾ UDFും LDFും തമ്മിൽ അവസാന നിമിഷം വലിയ തോതിൽ പഴി ചാരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അടിയൊഴുക്കുകൾ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാറിയോ എന്നുള്ള വലിയ സംശയം തന്നെയാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇരു മുന്നണികളും തമ്മിൽ ഉള്ള ഒരു തമ്മിലടിക്ക് കാരണമായിരിക്കുന്നത്. തോൽവി ഭയക്കുന്നത് കൊണ്ട് തന്നെ പരസ്പരം പഴിചാരൽ നേരത്തെ ആരംഭിച്ചിരിക്കുകയാണ് നേതാക്കൾ. VS സുനിൽകുമാറിനെ CPM വോട്ട് ചെയ്യാതെ വഞ്ചിച്ചു എന്നാണ് TN പ്രതാപൻ ആരോപിക്കുന്നത്. അതേസമയം തന്നെ കെ മുരളീധരനെ DCCയും പ്രതാപനും ചേർന്ന് ബലിയാടാക്കി എന്നാണ് LDF തിരിച്ചടിക്കുന്നത്. കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാരുടെ കണക്കിൽ 1,00,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി തൃശ്ശൂരിൽ കെ മുരളീധരൻ വിജയിക്കുമെന്ന് പറയുന്നു. അതേസമയം തന്നെ ED കേസ് ഒതുക്കാൻ വോട്ട് ചെയ്യാതെ CPM BJPയെ സഹായിച്ചു എന്നും പ്രതാപൻ ആരോപിക്കുന്നുണ്ട്. 15,000-ലേറെ വോട്ടിന് സുനിൽകുമാർ വിജയിക്കും എന്നതാണ് LDFന്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ NDAയുടെ ചില സുപ്രധാന കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അവർ അവസാനവട്ട അവലോകന യോഗം ചേർന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഒരു തരംഗം മണ്ഡലത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് BJP വിലയിരുത്തുന്നത്. 4,00,000-ലേറെ വോട്ട് മൊത്തത്തിൽ നേടും സുരേഷ് ഗോപി എന്നുകൂടി അവർ പറയുന്നുണ്ട്. മാത്രമല്ല, പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം അത് 1,50,000 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് BJP പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി ലീഡ് നേടും എന്നാണ് BJPയുടെ ജില്ലാ ഘടകം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നൽകിയിരിക്കുന്ന കണക്കിൽ സൂചിപ്പിക്കുന്നത്. തൃശൂരിൽ 10,000 വോട്ട് വരെയും മറ്റ് 2 മണ്ഡലങ്ങളിൽ 5,000 വോട്ട് വരെയും മുന്നിലാകുമെന്നാണ് പാർട്ടി കണക്കെടുപ്പിൽ വ്യക്തമായിട്ടുള്ളതായി പറയപ്പെടുന്നത്. 1,275 ബൂത്തുകളിലെ വോട്ടിന്റെ കണക്കാണ് പരിശോധിച്ചത്. കഴിഞ്ഞ തവണ 2.94 ലക്ഷം വോട്ടുകളായിരുന്നു സുരേഷ് ഗോപിക്ക് നേടാനായത്. ഇത്തവണ 60,000 മുതൽ 1,00,000 വോട്ടുകൾ വരെ കൂടുതലായി ലഭിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വോട്ട് 4,00,000-അടുത്ത് എത്തും എന്ന് പറയുന്നതിന് കൃത്യമായ കാരണം കൂടി തൃശ്ശൂരിലെ BJP നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം 65,000 വോട്ടുകൾ പുതുതായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 60,000 വോട്ടുകളെങ്കിലും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. 3 വർഷമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, പലപ്പോഴും സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി ജനസേവന പ്രവർത്തനങ്ങൾ അടക്കം ചെയ്തിട്ടുമുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന് BJP എന്ന പാർട്ടിക്ക് ഉപരിയായി വോട്ടുകൾ നേടിക്കൊടുക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല, പുതുക്കാട്, മണലൂർ മണ്ഡലങ്ങളിൽ പാർട്ടി വലിയ മുന്നേറ്റം നടത്തുമെന്നുകൂടി വിലയിരുത്തുന്നുണ്ട്. മുന്നേറുമെന്ന് കരുതുന്ന 5 മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30,000 മുതൽ 40,000 വരെ വോട്ട് പാർട്ടി നേടിയിട്ടുമുണ്ട്. എന്തായാലും തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, ഇരിങ്ങാലക്കുട മേഖലകളിലെ ക്രൈസ്തവ സ്വാധീനവും അതിനോടൊപ്പം നാട്ടിക, മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലെ മുസ്ലിം സ്വാധീനവും പരന്നു കിടക്കുന്ന പിന്നാക്ക സമുദായങ്ങളും ജില്ലയിലെ ഹൈന്ദവ സ്വാധീനവും ഒക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി എഴുതാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 3 മുന്നണികളും ഇപ്പോൾ ഫലം വരുന്നതിന് മുൻപ് തന്നെ ഭൂരിപക്ഷം അടക്കം ഉറപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി കെ മുരളീധരന് 25,000 വോട്ടുകളുടെ ഭൂരിപക്ഷം പറയുമ്പോൾ LDFന്റെ ഭാഗത്തു നിന്നും CPIയുടെ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറിന് അവർ 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുമെന്നാണ് പറയുന്നത്. അതേസമയം ഏറ്റവും അധികം ആത്മവിശ്വാസത്തോടു കൂടി കണക്കുകൾ കൃത്യമായി നിരത്തിയിരിക്കുന്നത് BJP ആണ്. സുരേഷ് ഗോപി 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ തൃശ്ശൂരിൽ നിന്നും വിജയിക്കുമെന്ന് തന്നെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ പാർട്ടികളുടെ കണക്കുകൂട്ടലുകളാണ്. ഇതിലൊക്കെ ഉപരിയായി ജനം ആർക്കാണ് വിധി എഴുതിയത് എന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. ശക്തന്റെ മണ്ണിൽ നിന്നും ആര് പാർലമെന്റിന്റെ പടി കയറുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.